നമസ്കാരം ഗൈസ്, ആർജിയാണ്. നമ്മള് മീൻ വാങ്ങാൻ വേണ്ടി പോവാണ്. ശ്രുതി ഓൾറെഡി കയറി മഴ മുളത്തിറങ്ങി. ഞാനിപ്പോ ഇവിടെ നിന്ന് പോട്ടെ. ഇന്ന് ശശി ആവില്ലെന്ന് പ്രതീക്ഷിക്കുന്നു. ശ്രുതിയെ പ്ലേറ്റ് ആയിട്ട് ഫ്രണ്ടിൽ പോകുന്നുണ്ട്. ഇന്ന് നമുക്ക് മീൻ കറിക്കിടാനുള്ള പുളി ശ്രുതി പറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് മതിയാവും കറിക്ക്. ഇത് മതി. തൊട്ടേക്കട് തേങ്ങ അറ്റത്ത് പോയി നിൽക്കണുണ്ടോ ഗൈസ്? കഥയും പറഞ്ഞ് തേങ്ങ ഇങ്ങനെയാണ്, കൂടെ നിൽക്കൂല ഗൈസ്. നമുക്ക് മത്തി മാത്രം കിട്ടിയത്. മത്തി ഉണ്ടായിരുന്നു, വേറെ ഉണ്ടായിരുന്നല്ലേ. ഇത് നമുക്ക് വേണ്ടി കുറച്ച് മാറ്റിച്ച മാമൻ. അപ്പൊ നമ്മള് അത് വേറെ അമ്മമ്മ ചോദിച്ചായിരുന്നു. അമ്മമ്മക്ക് കിട്ടാതെ വിഷമത്തിലാണ്. അപ്പൊ നമുക്ക് കിട്ടിയ മീൻ കുറച്ച് ശ്രുതി അവിടെ കൊണ്ട് കൊടുക്കാൻ വേണ്ടി പോകണം. കൊടുത്തിട്ടെ. അങ്ങനെ കിച്ചു ഓടി വന്നു ഗൈസ്. അവന്റെ വീട്ടിലെ കൂടെ മീനാണ് അത്. അതവിടെ കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ട് പോയ മീനാണ്. കൊണ്ട് കൊടുക്കട്ടെ. ഇതാ മാമൻ അവിടെ കൊടുക്കാൻ വേണ്ടി തന്ന മീനാണ്. അവൻ പട്ടിണി കിടന്ന് കോലം കിട്ടുന്നു. അവര് മീൻമണിയുടെ ഒച്ചട്ട് അയച്ചിട്ടാന്ന് തോന്നുന്നു. എന്തായാലും അവൻ വന്ന് ശ്രുതി മീൻ കൊണ്ട് കൊടുത്തിട്ടെ. അവനിനി വരുമെന്ന് അറിഞ്ഞൂടാ, നോക്കാം. അങ്ങനെ ശ്രുതി അവിടെ മീൻ നന്നായിക്കൊണ്ടിരിക്കണം ഗൈസ്. മീൻ നന്നാക്കിട്ട് വേണം എന്തൊരു കറി ഉണ്ടാക്കിട്ട് വേണം. പഴഞ്ചോറ് തിന്നാനിട്ട് രണ്ടാൾക്ക് നല്ല വിശപ്പുണ്ട്. വിശന്നിരുന്ന് തിന്നുമ്പോഴാണ് അതിന്റെ ഒരു രുചി വരുന്നത്. അതാണ് അതിനാണ് ശ്രുതി വെയിറ്റ് ചെയ്യണത്. ഇതിപ്പോ ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ? ഇന്നലത്തെ തക്കാളി കറിയില്ലേ, അതിന്റെ അകത്ത് ഇച്ചിരി മല്ലിപ്പൊടി, മുളക് പൊടി എല്ലാം കൂടി ഇട്ട് ഇച്ചിരി ഉരുവ സെറ്റാക്കി ഈ രണ്ടൂന്ന് മീനും കൂടി ഇട്ടങ്ങ് കറി വെക്കും. അപ്പൊ തക്കാളി കറി പഴങ്കറി